നമ്മുടെ നാട്ടിൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ തുറക്കാൻ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് എല്ലായിടത്തും സ്കൂൾ തുറക്കും. അപ്പോൾ സ്കൂൾ വാഹനങ്ങളിലാണ് നമ്മൾ കുട്ടികളെ അയക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ആശങ്കയാണ് ഈ സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കൃത്യമായിട്ട് വളരെ ശരിയായ രീതിയിലാണോ അവർ വണ്ടി ഓടിക്കുന്നത്, നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ, ഈ ആശങ്കയില്ലാത്ത ഒരു പാരൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ സ്കൂൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ ഇത്തവണ കർശന വാഹന പരിശോധനയുമായി എത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇത്തവണ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും സ്പീഡ് ഗവർണർക്കും പുറമെ സ്കൂൾ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സ്റ്റിക്കർ നിർബന്ധമാക്കിയിട്ടുണ്ട്. പട്ടാമ്പി തൃത്താല മേഖലയിലെ 300-ലധികം വാഹനങ്ങളാണ് ഇത്തരത്തിൽ പരിശോധിച്ചത്. അടുത്ത മാസം തുടങ്ങുന്ന അധ്യയന വർഷത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യം. പട്ടാമ്പി RTO ഓഫീസിന് കീഴിൽ 300-ലധികം സ്കൂൾ വാഹനങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സ്കൂൾ വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന പരിശോധനയും നിബന്ധനകളുമാണ് നടപ്പാക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനം ഓടിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് ഫിറ്റ്നസ് നൽകുന്നത്. ആ പരിശോധനയിൽ ഞങ്ങൾ കാര്യമായിട്ട് പരിശോധിച്ചത് വാഹനത്തിന്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസും മെക്കാനിക്കൽ കണ്ടീഷൻ, അതുപോലെ സീറ്റ്, മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പരിശോധിച്ചിട്ടുള്ളത്. പിന്നെ വാഹനം ഓടിച്ചു നോക്കി അതിന് സ്പീഡ് നിശ്ചിത അളവിൽ തന്നെയാണ് ഉള്ളതെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള വണ്ടികൾക്ക് നമ്മൾ 31-ാം തീയതി ക്ലാസ് നടത്തിയിട്ട് അവർക്കൊരു സ്റ്റിക്കറും കൊടുക്കും. അപ്പോൾ ഈ സ്റ്റിക്കർ ഇല്ലാതെ സർവീസ് നടത്തുന്ന വണ്ടികൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞങ്ങൾ പരിശോധിച്ചതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് സർവീസ് നടത്തുന്ന വാഹനങ്ങൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ RTO ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത്. പരിശോധന പൂർത്തിയാക്കി RTO നൽകുന്ന സ്റ്റിക്കറുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂ. ഇതിനു പുറമെ സ്കൂൾ വാഹനം ഓടിക്കുന്നവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ലാസും നൽകും. വാഹന ജീവനക്കാർക്കും സ്കൂളിലെ നോഡൽ ഓഫീസർമാർക്കും വാഹനത്തിലെ ആയമാർക്കും നമ്മൾ ട്രെയിനിങ് കൊടുത്ത് വാഹനത്തിൽ പുതുതായി സ്റ്റിക്കർ പതിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ താലൂക്കിൽ വിദ്യാർത്ഥികളെയും കൊണ്ട് സവാരി നടത്താവൂ, സർവീസ് നടത്താവൂ എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നൊരു 75 മുതൽ 90ഓളം വാഹനങ്ങൾ ക്യാമ്പിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ ഒരു 63 വാഹനങ്ങൾക്ക് നമ്മൾ ഫിറ്റ്നസ് കൊടുത്തു. വാഹനങ്ങൾ റെഡി ആയിരുന്നു. വാഹനങ്ങളുടെ വൈപ്പർ, ലൈറ്റ്, ഓട്ടോമാറ്റിക് ഡോർ, എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. ഫിറ്റ്നസ് ലഭിക്കാതെ ഓടുന്ന വാഹനങ്ങൾക്കെതിരെയും വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. മഴക്കാലത്ത് ഭീതിയോടെയാണ് മലപ്പുറം കുറ്റിപ്പുറത്തെ 6 വരി പാതയോരത്തുള്ള വൃദ്ധ ദമ്പതിമാർ കഴിയുന്നത്. പാത നിർമ്മാണത്തിനിടെ വീടിന്റെ മതിലിടിഞ്ഞത് ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല. മഴ കടുത്താൽ എന്താകുമെന്ന ആശങ്കയിലാണ് വയ്യാട്ട് പുത്തൻ വീട്ടിലെ ദാമോദരനും ഭാര്യ പത്മിനിയും. കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് ദാമോദരനും ഭാര്യ പത്മിനിയും താമസിക്കുന്നത്. 6 വരി പാതയുടെ നിർമ്മാണത്തിനിടയിൽ ഇവരുടെ വീടിന്റെ മതിൽ മണ്ണുമാന്തി യന്ത്രം തട്ടി തകർന്നിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പുനർനിർമ്മിച്ചിട്ടില്ല. വേനൽ മഴയിൽ മതിലിന്റെ തകർന്ന ഭാഗത്തുകൂടി റോഡിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മണ്ണും മഴവെള്ളവും വീടിന്റെ മുറ്റവും അകവും നിറഞ്ഞു. ശക്തമായ മഴക്കാലത്ത് എന്താകും എന്ന പേടിയിലാണ് ഇവർ. എത്ര പ്രാവശ്യം അവരോട് NH-നോടും സെക്രട്ടറിയോടും അവരുടെ ഈ കമ്പനിക്കാരുടെ ആൾ വന്നാൽ നേരേക്ക് തരാമെന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടിയും നമുക്കൊരു പരിഹാരവും കാണാതെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടില്ല. മഴ വന്നാൽ ഇനി ഈ മണ്ണ് മുഴുവൻ നമ്മളെ മേലേക്ക് പൊട്ടി വീണ് നമ്മളെ വീടിലേക്ക് തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. മതിലിന്റെ പല ഭാഗങ്ങളും ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. മതിൽ തകർന്ന സമയത്തു തന്നെ ഇവർ കരാർ കമ്പനി ഉദ്യോഗസ്ഥരോട് തകർന്ന ഭാഗം പുനർനിർമ്മിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചെയ്തു നൽകാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പും നൽകി. എന്നാൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിക്കും പഞ്ചായത്ത് അധികൃതർക്കും പലതവണ പരാതികൾ നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് 18 തിരൂർ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാസർഗോഡ് അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ ഡ്രോൺ പരിശോധന നടത്താൻ തീരുമാനം. കുന്നിടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിലാണ് പരിശോധന. വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിഞ്ച എന്നിവിടങ്ങളിൽ പരിശോധന നടത്തും. ദേശീയപാത 66-ന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണിയിലായ പ്രദേശങ്ങളിലാണ് പരിശോധന. വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിജ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ജിയോളജി, മണ്ണ് പരിവേഷണ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്ത സർവേയും നടത്തും. ഡ്രോൺ പരിശോധനയിലൂടെ മലമുകളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോയെന്ന് പരിശോധിക്കും. അപകടം തടയാനുള്ള മുൻകരുതൽ സ്വീകരിക്കുകയാണ് ലക്ഷ്യം.
ദേശീയപാതയിൽ അപകട സാധ്യതാ മേഖലകളിൽ ഡ്രോൺ പരിശോധന നടത്തും. ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ മഴ അളവ് വിവരശേഖരണം നടത്തുന്നുണ്ട് എങ്കിൽ വിവരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ന്യൂസ് 18 കാസർഗോഡ്. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് കാരശ്ശേരിയിലെ ചെറുപുഴയുടെ തീരത്തുള്ള SK സ്മൃതി കേന്ദ്രവും മുക്കം കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡും തകർച്ചാ ഭീഷണിയിൽ. പുഴയുടെ കുത്തൊഴുക്കിൽ മുളംചോലയിലെ മുളക്കൂട്ടം ഉൾപ്പെടെ പുഴയെടുത്തു. ഇതോടെയാണ് സ്മൃതി കേന്ദ്രം തകർന്നത്. ശക്തമായ മഴയിൽ ചെറുപുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇതിന് സമീപമായാണ് SK സ്മൃതി കേന്ദ്രം. പുഴയുടെ തീരം വലിയ തോതിൽ ഇടിഞ്ഞതാണ് സ്മൃതി കേന്ദ്രത്തിന് ഭീഷണിയായത്. മുക്കം കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡും എപ്പോൾ വേണമെങ്കിലും തകരാം. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ എത്തുന്ന ഇടമാണിത്. കാരശ്ശേരി പഞ്ചായത്ത് മുളംചോലയിൽ 1 വർഷം മുൻപ് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ പുഴയെടുത്തു. പുഴയുടെ തീരം അടിയന്തരമായി സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. സംരക്ഷണ ഭിത്തി കെട്ടി ഇത് സംരക്ഷിച്ചില്ലെങ്കിൽ ഈ മനോഹരമായ തീരം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട്. കൂടാതെ മുക്കം കടവ് പാലവും റോഡും ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പരാതി ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സ്ഥലം MLA, അതുകൂടാതെ PWD മിനിസ്റ്റർ, ഇറിഗേഷൻ മിനിസ്റ്റർ, മുഖ്യമന്ത്രി എന്നിവർക്കെല്ലാം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജലനിരപ്പ് താഴുന്ന മുറയ്ക്ക് പുഴയുടെ തീരം കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ നാശനഷ്ടമുണ്ടാകുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ന്യൂസ് 18 കാരശ്ശേരി. കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി ചിന്നക്കനാൽ സിങ്ക് കണ്ടം നിവാസികൾ ദിവസങ്ങളായി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് വലിയ രീതിയിൽ നാശം വരുത്തിക്കുകയാണ്. കനത്ത മഴയ്ക്കൊപ്പം കാട്ടാനശല്യം കൂടിയായതോടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സിങ്ക് കണ്ടം നിവാസികൾക്ക്. ഒരിടവേളയ്ക്ക് ശേഷം ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. നിരവധി ആക്രമണങ്ങളാണ് ആന നടത്തിയത്. കഴിഞ്ഞ ദിവസം BL റാമിന്റെ റേഷൻ കട തകർത്തു. സിങ്ക് കണ്ടത്തെ ഒരു വീട് ഇടിച്ചു നിരത്തി. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടമൊഴിവായി. 4 മാസത്തേക്ക് മുമ്പിൽ വന്നിട്ട് ആന തട്ടി ഈ വീട്. അന്നേരവും ഗവൺമെൻറ്റുമായിട്ടോ ഇതുമായിട്ടോ എനിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ രണ്ടാമത്തെ ഇന്നലെ ഞാൻ നാട്ടിനെ എനിക്ക് 2 പിള്ളേരുള്ളതാണ് മക്കൾ. ഒരാൾ 5ലും ഒരാൾ 1ാം ക്ലാസ്സിൽ ഈ വർഷം ചേർക്കണം. എനിക്ക് 2 പിള്ളേരും ഉണ്ട്. ഇപ്പോൾ ഈ മഴയും കാറ്റത്ത് കറണ്ടില്ല എനിക്ക് ഈ വീട്ടിലേക്ക്. കറണ്ടും ഇല്ലാത്ത അങ്ങനത്തെ സംവിധാനവും എനിക്കില്ല. വീടില്ല. എനിക്കിപ്പോൾ ആന വന്നിട്ട് ഇപ്പോൾ തട്ടി. ഇപ്പോൾ ഞാൻ 2 പിള്ളേരുമായിട്ട് ഇതിനകത്ത് കിടക്കുവാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കൂട്ടിമുറിച്ച് മൊത്തത്തിൽ കളഞ്ഞനെ ഞങ്ങളെ. പ്രദേശത്തെ തോട്ടങ്ങളിലും കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്നുണ്ട്. കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ കാട്ടാന എത്തിയാൽ അറിയാൻ കഴിയില്ല എന്നും കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നും ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞു. പരിസരത്ത് തന്നെയാണ് മറ്റേ ചക്കക്കൊമ്പൻ ആന നിൽക്കുന്നത്. ഇന്നലെ 7 മണിയായപ്പോൾ തന്നെ സിറ്റി കയറി വന്നു കഴിഞ്ഞ് കാറ്റും മഴയത്ത് ആന എങ്ങോട്ടാ പോകണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. RRT ടീമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു 9 മണിയോടുകൂടിയാണ് ഇന്നലെ ഈ വീട് ഇവിടെ വന്ന് ഈ ആന തള്ളുന്നത്. ഇവർ ഭാഗ്യത്തിന് ഇന്നലെ കൊച്ചിനെ ചേർക്കാൻ തമിഴ്നാട്ടിൽ പോയതുകൊണ്ട് മാത്രം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പും ഇതേ വീട് വന്ന് പൊളിച്ചാണ്. ഇവർക്ക് ഒന്നാമതെ ലൈഫിൽ പേരൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഏതാനും മാസം മുമ്പ് ചക്കക്കൊമ്പൻ ഇതേ വീട് തകർത്തതിനു ശേഷം കടം വാങ്ങിയാണ് 2 മുറിയുള്ള ഈ ചെറിയ വീട് വീണ്ടും നിർമ്മിച്ചത്. ഇതും തകർന്നതോടെ കൊച്ചുകുട്ടികളുമായി എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് കുടുംബം. നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ വനംവകുപ്പ് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ ഇങ്ങനെ അടിക്കടി വന്യജീവി ആക്രമണം ഉണ്ടാവുമ്പോഴും വനം വകുപ്പ് നിസ്സംഗതയിലാണെന്നാണ് ആരോപണം. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും ദേവികുളം റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ DFO ഓഫീസിന് മുന്നിൽ സമരം നടത്താനാണ് തീരുമാനം. ദേവികുളം മേഖലയിലെ വിവിധയിടങ്ങളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വളർത്തുനായയെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. അടുത്തയാഴ്ച സ്കൂൾ തുറക്കുന്നതിനാൽ കുട്ടികളും രക്ഷിതാക്കളും ആശങ്കയിലാണ്. ഒരാഴ്ചയ്ക്കകം പുലിയെ കൂടുവച്ച് പിടികൂടണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ ജനപ്രതിനിധികളടക്കം DFOയുടെ കാര്യാലയത്തിന് മുമ്പിൽ സമരം നടത്താനാണ് തീരുമാനം. ஒரு வாரத்துக்குள்ள அவங்க கண்டிப்பா இதுக்கு ஒரு ஆக்ஷன் எடுக்கிறேன்னு சொல்லியிருக்காங்க. ஆக்ஷன் எடுக்கல அப்படின்னு சொன்னா நாங்க நம்ம ஜனப்பிரதி எல்லாரும் சேர்ந்து DFO ஆபீஸ் முன்னாடி நாங்க குத்திருப்பு சமரம் செய்யறதுக்கு தீர்மானிச்சிருக்கோம்.
அதனால் கண்டிப்பான முறையில் ஒரு வாரத்துக்குள்ளே ஒரு ஆக்ஷன் எடுக்கணும்னு நினைக்கிறோம். இல்லைனா நம்ம எங்களுடைய மக்களை காப்பாற்ற நாங்கள் கண்டிப்பாக தோட்ட மேഖലയെ காப்பாற்ற கண்டிப்பாக நாங்கள் ஒரு குத்திருப்பு സമരം നടത്തും. അതേസമയം കഴിഞ്ഞ ദിവസം നായയെ പുലി ആക്രമിച്ചു കൊണ്ടുപോയ സംഭവം വളരെ ഗൗരവമായി തന്നെ എടുത്തതായി വനം വകുപ്പ് വ്യക്തമാക്കി. സ്ഥിരമായിട്ട് RRT ടീം ദേവികുളത്തിൽ RRT ടീം നിരീക്ഷിച്ചു വരികയാണ്. മറ്റ് സാന്നിധ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഉള്ള കാര്യങ്ങളും തിരക്കി വരുന്നുണ്ട്. ഇതിൻ്റെ സ്ഥിരമായ ഒരു പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരം കാണുന്നതിനായിട്ടുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുന്നു. തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ 100-ലധികം കന്നുകാലികളാണ് തൊഴിലാളികൾക്ക് നഷ്ടമായത്. ന്യൂസ് 18 ദേവികുളം. കാട്ടാനകളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വനം വകുപ്പ് എടുത്ത കിടങ്ങ് കാരണം കാട്ടാന ശല്യം രൂക്ഷമായ അവസ്ഥയിലാണ് പത്തനാപുരം പിറവന്തൂരിലെ ജനങ്ങൾ. നാട്ടിലിറങ്ങിയ കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്താതെയാണ് കിടങ്ങ് നിർമ്മിച്ചത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് പത്തനാപുരം മണ്ഡലത്തിലെ കറവൂർ, മഹാദേവർമൺ, പുനലൂർ മണ്ഡലത്തിലെ ചാലിയക്കര, ചെറുകടവ്, മൂലമൺ, 16-ാം ഫില്ലിംഗ് എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾ. കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങുന്നത് തടയാനാണ് വനംവകുപ്പ് കഴിഞ്ഞ മാസം കാടിന്റെ അതിർത്തിയിൽ കിടങ്ങ് നിർമ്മിച്ചത്. കിടങ്ങ് വന്നതോടെ ഇനി കാട്ടാന വരില്ല എന്ന ആശ്വാസത്തിലായിരുന്നു ജനങ്ങൾ. എന്നാൽ ആശ്വാസം അധികം നീണ്ടില്ല. കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് നേരത്തെ നാട്ടിലിറങ്ങിയ കാട്ടാനകൾ നാട്ടിൽ തന്നെയുണ്ടെന്ന്. കിടങ്ങ് നിർമ്മാണ സമയത്ത് വനാതിർത്തിയോട് ചേർന്നുള്ള കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പറങ്കിമാവിൻ തോട്ടത്തിൽ 6 കാട്ടാനകൾ നിലയുറപ്പിച്ചിരുന്നു. വനസമാനമായ അതിവിശാലമായ സ്ഥലത്ത് ആനകളുണ്ടെന്ന വിവരം അന്നറിഞ്ഞിരുന്നില്ല. കിടങ്ങ് കാരണം ഈ ആനകൾക്ക് കാട്ടിലേക്ക് മടങ്ങാനാകുന്നില്ല. അടിയന്തരമായി വനം വകുപ്പ് ഈ കിടങ്ങുകൾ പൊളിച്ച്, ഒരു ഭാഗത്തെ കിടങ്ങുകൾ പൊളിച്ച് ഈ ആനയെ കയറ്റി, ഈ കാട്ടാനകളെ കയറ്റി ഓടിച്ച് അകത്ത് വനത്തിലേക്ക് വിടണം. അല്ലെങ്കിൽ ഇത് ജനവാസ മേഖല ഇറങ്ങി അവർക്ക് പോകാൻ കഴിയുന്നില്ല. ആൾക്കാർ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കുന്നു. അവർക്ക് തിരികെ കാട്ടിലേക്ക് പോകാൻ കഴിയാത്ത 6 ആനകളും ഒരുമിച്ചാണ് കൃഷിയിടത്തിലെത്തുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും വനംവകുപ്പ് അധികൃതർ അനങ്ങുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. നിർമ്മിച്ച കിടങ്ങുകളുടെ കുറച്ചു ഭാഗം പൊളിച്ച് ജനവാസ മേഖലയിലുള്ള ആനകളെ അതുവഴി വനത്തിലേക്ക് തുരത്തിവിട്ട് വീണ്ടും കിടങ്ങ് പഴയപടിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. പുനലൂർ നഗരസഭയിൽ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. പുനലൂരിന്റെ മുഖഛായ മാറ്റുന്ന 4 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത്. പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണത്തിനായി 6.5 കോടി രൂപയാണ് ചിലവഴിക്കുക. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അറവുശാലയ്ക്ക് 13,70,00,000 രൂപയും പല സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിലെത്തിക്കുന്ന വിശാലമായ വിദ്യാഭ്യാസ കോംപ്ലക്സിന് 5 കോടി രൂപയും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ എക്സൈസ് കോംപ്ലക്സിന് 3.5 കോടി രൂപയും ചെലവഴിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് വികസന പ്രവർത്തനങ്ങൾ. പുനലൂരിനെ സംബന്ധിച്ച് ഈ 4 പദ്ധതികൾ നമ്മുടെ പുനലൂരിന്റെ വികസനത്തിന് ഒരു വലിയ കുതിപ്പ് ഏകുന്ന പദ്ധതികളാണ്. ഒരു വലിയ വികസനം നമ്മുടെ പുനലൂരിൽ വരികയാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ നാടിന് ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം തന്നെയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തെ 3ാമത്തെ മാർക്കറ്റാണ് പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ്. ദശാബ്ദങ്ങളായുള്ള ആവശ്യമാണ് മാർക്കറ്റ് നവീകരണം എന്നത്. 60 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ എക്സൈസ് കോംപ്ലക്സ് പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് 3.5 കോടി രൂപ ചെലവഴിച്ച് വിശാലമായ കോംപ്ലക്സ് ഉയരുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെ പങ്കെടുക്കും. ന്യൂസ് 18 പുനലൂർ. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം സ്വാഗതം പറഞ്ഞു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ട്രൈബൽ ഫണ്ട് ചെലവഴിച്ചതിൽ ക്രമക്കേടെന്ന കണ്ടെത്തൽ. വിജിലൻസ് അന്വേഷണത്തിന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന ആദിവാസി വിഭാഗത്തിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ ചെലവിനത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന തുകയുടെ വിനിയോഗത്തിലാണ് ക്രമക്കേട് ആരോപണം ഉയർന്നത്. ഒരു ദിവസം 365 രൂപയാണ് ഇവർക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ ഒരു പതിറ്റാണ്ടിലധികമായി ആഴ്ചയിൽ 3 ദിവസത്തിൽ കൂടുതൽ വിവിധ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും എല്ലാ നേരവും ഭക്ഷണം നൽകുന്നുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എല്ലാ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ ഭക്ഷണം സൗജന്യമായി ലഭിക്കും. ഇങ്ങനെ ഭക്ഷണം ലഭിക്കുന്ന ദിവസങ്ങളിലും ട്രൈബൽ രോഗികളുടെ ബില്ല് കൃത്യമായി മാറിയതായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നു. ക്രമക്കേട് ആരോപണം കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിൽ ചർച്ചയായി.
ട്രൈബൽ ഫണ്ട് തിരിമറി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയ അമ്പാട്ട് ഈ വിഷയത്തിൽ അടിയന്തര ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് നടന്ന ചർച്ചയിൽ എല്ലാ അംഗങ്ങളും തീരുമാനത്തെ പിന്തുണച്ചു. ന്യൂസ് 18 അടിമാലി. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങാതെ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മെറ്റേണിറ്റി ബ്ലോക്കും ICUവും ഒപ്പം വാർഡും ജീവനക്കാരില്ലാത്തതാണ് പ്രവർത്തനത്തിന് തടസ്സമെന്നാണ് അധികൃതരുടെ വിശദീകരണം. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച മെറ്റേണിറ്റി ബ്ലോക്കും ICU വാർഡും ജനങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത സ്ഥിതിയാണ്. മാസങ്ങളായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3,19 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. അത്യാഹിത വിഭാഗം കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയിലാണ് മെറ്റേണിറ്റി ബ്ലോക്ക്. ലിഫ്റ്റ് അടക്കം സജ്ജമാക്കി. പ്രസവ വാർഡ്, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, കുട്ടികളുടെ ICU, ലേബർ റൂം, ജീവനക്കാർക്കുള്ള മുറി, കാത്തിരിപ്പ് കേന്ദ്രം എന്നിവയടക്കം ഒരുക്കി. ജീവനക്കാരില്ലാത്തതാണ് ഈ ബ്ലോക്ക് പ്രവർത്തനരഹിതമാകാൻ കാരണം. നിയമനം ആവശ്യപ്പെട്ട് ആശുപത്രി സൂപ്രണ്ട് DMOക്ക് കത്ത് നൽകിയിരുന്നു. നടപടിയുണ്ടായില്ല. മന്ത്രി ഉദ്ഘാടനം ചെയ്ത് പോയ ഭാഗമുണ്ട്. നമുക്കറിയാം, പുതിയ ബിൽഡിങ്ങിനകത്ത് പ്രസവ വാർഡും ICU വാർഡും എല്ലാം കൊണ്ട് ചേർന്ന് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വലിയ ഗംഭീരമായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞ് കാലം ഇത്രയായിട്ട് പോലും ഒരു പ്രസവം പോലും ആ കെട്ടിടത്തിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച പ്രസവ വാർഡിൽ ഇതുവരെ നടന്നിട്ടില്ല. അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗർഭിണികൾക്ക് OP ചിറ്റ് എഴുതുന്നതല്ലാതെ അവിടെ മറ്റ് യാതൊരു പ്രവർത്തനവും ഇതിൽ നടന്നിട്ടില്ലെന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ICU വലിയ വിപുലീകരമായ മിഷനറി എല്ലാം വെച്ച് ഒരു ICU വാർഡ് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അതും പ്രവർത്തിക്കുന്നില്ല. ഈ വലിയ കേരളത്തിലെ മന്ത്രി വന്നുള്ള ആഘോഷത്തിൽ ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷം ഒരു പ്രവർത്തനവും കായംകുളം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നില്ലെന്ന് പറയുമ്പോൾ ഭരണ നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്നേ ഞങ്ങൾ പറയത്തുള്ളൂ. മെറ്റേണിറ്റി ബ്ലോക്കിന്റെ സുഗമമായ പ്രവർത്തനത്തിന് 4 മെഡിക്കൽ ഓഫീസർമാരും 12 സ്റ്റാഫ് നഴ്സും 8 നഴ്സിംഗ് അസിസ്റ്റന്റുമാരും 8 അനുബന്ധ ജീവനക്കാരും വേണം. 2 ഗൈനക്കോളജി ഡോക്ടർമാരുടെ സേവനം ഇവിടുണ്ട്. ജീവനക്കാരുടെ നിയമനം വൈകുന്നത് ചികിത്സ തേടിയെത്തുന്നവരെയും വലയ്ക്കുകയാണ്. ന്യൂസ് 18 കായംകുളം. ലഹരിക്കെതിരായ പോരാട്ടവുമായി അമ്മമാരുടെ കൂട്ടായ്മ. വൈക്കം ഉദയനാപുരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ലഹരി വിരുദ്ധ സമരപ്രഖ്യാപനം നടത്തിയത്. ഉദയനാപുരം പഞ്ചായത്തിലെ 3 വാർഡുകളിലുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ ജീവിതം തകർക്കുന്ന ലഹരിക്കെതിരെ പോരാട്ടം സംഘടിപ്പിക്കാൻ പ്രതിജ്ഞ ചൊല്ലിയാണ് ഉദയനാപുരം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംഘടിച്ചത്. വീടുകളിൽ നിന്ന് തുടങ്ങി പൊതുസമൂഹം വരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. ഇതിന്റെ ഭാഗമായി സെമിനാറുകൾ സംഘടിപ്പിച്ചു. ഉദയനാപുരം പഞ്ചായത്തിലെ 3 വാർഡുകളിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെ മന്ത്രി അഭിനന്ദിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വൈക്കം വിജയലക്ഷ്മി, തരുൺ മൂർത്തി, പ്രദീപ് മാളവിക, ഡോക്ടർ ജോസ് ജോസഫ്, K ബാബു, VK മുരളീധരൻ തുടങ്ങി നാട്ടിലെ പ്രതിഭകളെ ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനായ K ബാബു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ഒരു കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ 4 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി. ഇതിന്റെ പ്രമാണം മന്ത്രി VN വാസവന് കൈമാറി. പൊതുപ്രവർത്തകനായ PM പ്രറ്റിയുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിലാണ് ഈ ലഹരിവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പാലക്കാട് പട്ടാമ്പി കിഴായൂർ തൂപ്പിൽ അങ്കണവാടിയെ മാതൃകാ സ്മാർട്ട് അങ്കണവാടിയാക്കാൻ പദ്ധതി. നിലവിലുള്ള തകർന്നു വീഴാവുന്ന സ്ഥിതിയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ അങ്കണവാടി നിർമ്മിക്കുന്നത്. ഏത് സമയവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിലാണ് പട്ടാമ്പി കീഴായൂരിലെ തൂപ്പിൽ അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത്. തകർച്ച രൂക്ഷമായപ്പോൾ സമീപത്തുള്ള വാടക കെട്ടിടത്തിലേക്ക് അങ്കണവാടിയുടെ പ്രവർത്തനം മാറ്റി. അങ്കണവാടിക്ക് സ്വന്തമായ കെട്ടിടം വേണമെന്ന ആവശ്യത്തെ തുടർന്നാണ് നിലവിലുള്ള സ്ഥലത്ത് മാതൃകാ അങ്കണവാടി നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നത്. തകർച്ച നേരിടുന്ന കെട്ടിടം പട്ടാമ്പി നഗരസഭ പൊളിച്ചു നീക്കി തന്നാൽ മാതൃകാ അങ്കണവാടി നിലവാരത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കും. ഇവിടെ പുതിയൊരു കെട്ടിടമാണ് ആവശ്യം. നേരത്തെ തന്നെ നഗരസഭയിൽ ഒരെണ്ണം, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും മാതൃകാ അംഗൻവാടികൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടി ഒരു മാതൃകാ അംഗൻവാടി, സ്മാർട്ട് അംഗൻവാടി ലഭ്യമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിലവിലെ കെട്ടിടം നഗരസഭ പൊളിച്ച് നൽകി കഴിഞ്ഞാൽ പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ ഫണ്ട് MLA ഫണ്ടിൽ വകയിരുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായാൽ നിലവിൽ വാടക കെട്ടിടത്തിൽ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിക്ക് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറി സൗകര്യമായി പ്രവർത്തിക്കാൻ സാധിക്കും. ന്യൂസ് 18 പട്ടാമ്പി.
അയൽവാസി നിർമ്മിക്കുന്ന കരിങ്കൽ കെട്ട് വീടിന് ഭീഷണിയെന്ന് മുൻ സൈനികന്റെ പരാതി. ഇടുക്കി വാഴത്തോപ്പിലെ താമസക്കാരനായ കാട്ടാൻകോട്ടിൽ ജിജിയാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയത്. അയൽവാസി നിർമ്മിക്കുന്ന കൽക്കെട്ടിന് ബലക്ഷയം ഉണ്ടെന്നും തന്റെ വീടിന് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് വിമുക്ത ഭടനായ ജിജി പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. പരാതിക്ക് പിന്നാലെ പഞ്ചായത്ത് അധികൃതർ പരിശോധിച്ചു. നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവും നൽകി. എന്നാൽ ഈ ഉത്തരവ് വകവയ്ക്കാതെ വീണ്ടും നിർമ്മാണം നടക്കുന്നു എന്നാണ് ജിജിയുടെ ആരോപണം. ഇത് എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു അയൽവാസിയുടെ കരിങ്കൽ കെട്ടാണ്. ഇത് ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഹോസ്റ്റലിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറും മറ്റ് വേസ്റ്റൊക്കെ എൻ്റെ അടുക്കള വശത്തേക്ക് വീഴുന്നതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തായിരുന്നു. ആ ഹോസ്റ്റൽ പൂട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ കരിങ്കൽ കെട്ട് ഇത് പുതിയതായിട്ട് കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് ചെയ്യാതെ ആ സ്ഥല ഉടമ ഇത് മറ്റൊരാൾക്ക് വിറ്റിട്ട് പോയി. കുറച്ച് നാളായിട്ട് ഇത് പൂട്ടിക്കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഈ ഇടിയാറായിരിക്കുന്ന കെട്ടിൻ്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റിങ്ങും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴാം. ആ ഒരവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്തായിരുന്നു. അതനുസരിച്ച് അവർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഇത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ബലക്ഷയമുള്ള കാലങ്ങൾ പഴക്കമുള്ള കരിങ്കൽ കെട്ടിന് മുകളിലേക്ക് വീണ്ടും കോൺക്രീറ്റ് ഭിത്തികൾ ഉൾപ്പെടെ ഉയരത്തിലുള്ള നിർമ്മാണം നടത്തുന്നതായി ജിജി ചൂണ്ടിക്കാട്ടുന്നു. കാട്ടുകല്ലുകളും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ട് മാറ്റി ബലമുള്ള നിർമ്മാണം നടത്തണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും പാലിച്ചില്ലെന്നാണ് ആരോപണം. തന്റെ വീടിന് സംരക്ഷണം ലഭിക്കണമെന്നാണ് പരാതിക്കാരനായ മുൻ സൈനികന്റെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ചെർപ്പുളശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 87.78 കിലോ കഞ്ചാവുമായി 7 യുവാക്കളാണ് പോലീസ് പിടിയിലായത്. നെല്ലായ കൃഷ്ണപ്പടിയിൽ നിന്നാണ് യുവാക്കൾ പിടിയിലായത്. വയനാട്, ചെർപ്പുളശ്ശേരി, ആലപ്പുഴ, കൊടുങ്ങല്ലൂർ സ്വദേശികളാണിവർ. മുഹമ്മദ് അസ്ജാദ്, ഷർഫറാസ്, ജിസ്മോൻ, റിസ്വാൻ, നിഹാൽ, എബിൻ, മുഹമ്മദ് നിഷാം എന്നീ 7 യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത്. പിടിയിലായ ജിസ്മോനാണ് കേസിലെ പ്രധാന കണ്ണി. നിലവിലെ വിൽപ്പന വില അനുസരിച്ച് ഏകദേശം 45 ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്.